ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ശരിക്കും കുട്ടിയുടേതാണോ അതോ 2 വർഷം പിന്നിട്ട ആ പാരൻസിൻ്റെ യാത്രയുടെ ഒരു ആഘോഷമാണോ? കാരണം ഇന്നത്തെ ഈ നിമിഷങ്ങളൊന്നും ഇവൾ വളർന്നാലും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇത് ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഓർമ്മ, ഒരു മൊമെൻറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ നിമിഷങ്ങൾ പോലും നമ്മൾ വീഡിയോ ഒക്കെ ആക്കി വീണ്ടും വീണ്ടും കാണാൻ കഴിയുന്നൊരു മെമ്മറി ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇതൊരു ബർത്ത്ഡേ ആഘോഷം മാത്രമല്ല, ഉറക്കമില്ലാത്ത രാത്രികളും ചെറിയ എക്സൈറ്റ്മെൻറ്റുകൾ, വലിയ വലിയ സന്തോഷങ്ങൾ, അങ്ങനെ 2 വർഷം പൂർത്തിയാക്കിയ പാരൻറ്റിങ്ങിൻ്റെ ഒരു യാത്ര കൂടിയാണ്. ചില ആഘോഷങ്ങളാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് ആഘോഷിക്കണമെന്നൊന്നുമില്ല. മനസ്സ് നിറഞ്ഞ് കുറച്ച് ആളുകളും കുറച്ച് സ്നേഹം മാത്രം മതിയല്ലേ. ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും അങ്ങനെ സിമ്പിളാക്കാനൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് മിക്കതും. അങ്ങനെ ഒരു ചെറിയൊരു ആഘോഷമാണ് സലാലയിലെ സാദാ പാർക്കിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഫാമിലിയും കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ആഘോഷിച്ചത്. ഇനി ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സിലേക്ക് നിങ്ങളെയും കൂട്ടി കൊണ്ടുപോകാം കേട്ടോ. Happy birthday to you. Happy birthday dear. Happy birthday to you. അങ്ങനെ ദാവർ പ്രിൻസസ് ഡാൻസ് ടു എത്ര പെട്ടെന്നാ, ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ്, പെട്ടെന്ന് വളരുന്ന പോലെ തോന്നും. എല്ലാ പാരൻസിൻ്റെ പോലെ തന്നെയാണ് നമുക്കതൊരു മിസ്സിങ് ആയി തോന്നും. ഇത്ര പെട്ടെന്ന് വളരണ്ട എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയാണല്ലോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, ഹോം ബേക്കറിനായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം ഫ്രഷ് ആയിരുന്നു. അത് നന്നായി എഫിഷ്യൻ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്ന ആളൊരു ബ്രൗണി മേക്കറാണേ, നല്ല അടിപൊളി ബ്രൗണിയൊക്കെ ഉണ്ടാക്കും. പിന്നെ സാധാരണക്കാർക്ക് ഒരു ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് അത്രയ്ക്ക് തന്നെ അല്ലല്ലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു സ്പേസ് നമ്മളിതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ കസിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നല്ലൊരു സ്പേസാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ ബർത്ത്ഡേ ആക്കിയത്. പാർക്കിൽ നല്ലൊരു എന്താ പറയുക, നല്ല ഗ്രീനറിയാണ്. പിന്നെ എത്ര വെയിലാണെങ്കിലും അത്ര ചൂടൊന്നും ഉണ്ടാവില്ല. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പ്, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല റിലാക്സ്ഡ് ആയിട്ട് തന്നെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു പ്ലേസാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.